ഇന്ന് കേരളമൊട്ടാകെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, തുടക്കത്തിൽ നമ്മൾ ദുആ ചെയ്തതാകുന്ന മസ്ഊദ് സഖാഫി എന്നറിയപ്പെടുന്നതാകുന്ന സഹോദരൻ ഉസ്താദ് അവറുകളുടെ മരണവാർത്തയെക്കുറിച്ചാണ്. ഇന്നലെ രാത്രിയും ഇതേപോലെ പ്രഭാഷണം നടത്തി വീട്ടിലേക്ക് വന്നു. 4 മണിയാകുമ്പോഴാണ് വീട് വന്നണയുന്നത്. അല്പനേരം വിശ്രമിക്കാൻ കടന്നു. 5:15 സുബഹിയുടെ ബാങ്ക് മുഴങ്ങി. 5:30 എഴുന്നേറ്റ് 2 റക്അത്ത് സുബഹി നമസ്കരിച്ചു. അതിൻ്റെ സുന്നത്ത് നിസ്കരിച്ചു. അല്പം ഔറാദുകൾക്കും ശേഷം വളരെ ദീർഘമായ യാത്രയായതുകൊണ്ട് ഒരല്പം ഒന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ വീണ്ടും കിടക്കയിലേക്ക് കിടക്കാൻ വേണ്ടി ചായുമ്പോൾ ചെറിയൊരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. ആ അസ്വസ്ഥത അദ്ദേഹത്തിന് അറ്റാക്കായി വന്ന ഒരു നിലയ്ക്ക് സൈലന്റ് അറ്റാക്കായി പെട്ടെന്ന് തന്നെ ഈ ലോകത്ത് നിന്ന് അദ്ദേഹം വിട പറയുകയാണ്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആദർശങ്ങളും ആശയങ്ങളും അഹ്ലുസുന്നയുടെ ആദർശങ്ങളും കൃത്യമായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിച്ചവർ, നമ്മുടെ ഈ പൈക്കം മണവാട്ടി ബീവി മഹദി അവറുകൾ റളിയല്ലാഹു അൻഹ അവരുടെ ചാരത്തും ഇതേപോലെ ഉറൂസിനോടനുബന്ധിച്ചുകൊണ്ട് മുമ്പ് പ്രഭാഷണം നടത്താൻ അള്ളാഹു അവസരം നൽകിയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്. കേരളത്തിനകത്തും പുറത്തും എല്ലാ ഭാഗങ്ങളിലും പോയി വിനയത്തോടുകൂടി വളരെ ലാളിത്യത്തിൽ നിറഞ്ഞ് ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് നല്ല രീതിയിൽ വിശദീകരണം നടത്തിയ ഒരു ഹാഫിളായ ഉസ്താദ് അവറുകൾ, അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയാണ് ഇന്നത്തെ പുലരിയിൽ പ്രഭാതത്തിൽ കേരളക്കര ജനത ഒന്നാകെ ഞെട്ടിത്തെരിച്ചുകൊണ്ട് കേട്ടിട്ടുള്ളത്. ഒന്നാലോചിച്ചു നോക്ക് സഹോദരങ്ങളെ, ആലിമിന്റെ മരണം, മൗത്തുൽ ആലിമി മൗത്തുൽ ആലം സയ്യിദുനാ റസൂലുള്ളാഹി. പണ്ഡിതന്റെ മരണം തീർച്ചയായും ലോകത്തിന്റെ മരണം കൂടിയാണ്. അദ്ദേഹത്തിലൂടെ ഈ ലോകത്തുണ്ടായിരുന്നതാകുന്ന ആത്മീയമായ സ്രോതസ്സുകൾ ഇതാ നിലയ്ക്കുകയാണ്. അദ്ദേഹത്തിന് അള്ളാഹു നൽകിയിരിക്കുന്ന അഗാധമാകുന്ന അറിവിന്റെ ആഴം ഇനി അദ്ദേഹത്തോളം മറ്റൊരാൾക്ക് നൽകപ്പെടൂല. നാളെ നമ്മുടെയൊക്കെ മരണം ഏത് രീതിക്കാകും, എപ്പോഴാകും, എവിടെ വെച്ചാകും എന്ന് ഓരോരുത്തർക്കും അറിയില്ല. കാസർഗോഡ് നിവാസികളായ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം നമുക്ക് ഏവർക്കും സാധ്യമാക്കുമാറാവട്ടെ. ഉസ്താദ് അവറുകളുടെ ദറജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. ദീനിനു വേണ്ടി അവർ നയിച്ചിട്ടുള്ളതാകുന്ന പ്രബോധന മേഖലകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. സ്വർഗത്തിലേക്ക് ചേർക്കുന്ന ഉന്നതമാകുന്ന പദവി അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ആമുഖമായി യൂറൂസിന്റെ സമാപന ദിവസമാകുന്ന ഇന്ന് നമ്മളെല്ലാവരും ഒന്നിച്ച് ചേർന്ന് ഉസ്താദ് അവറുകൾക്ക് വേണ്ടി അവരുടെ ഖബറിൽ ആദ്യ രാത്രി കൂടിയാൽ പ്രത്യേകമായി ദുആ ചെയ്യുകയാണ്. ഒരു സത്യവിശ്വാസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടതും മരിക്കാൻ വേണ്ടി കൊതിക്കേണ്ടതും അവന്റെ ഖബറിന്റെ ആദ്യ രാത്രി ആകേണ്ടതും തിങ്കളാഴ്ച രാവാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. തിങ്കളാഴ്ച മരിക്കുകയും തിങ്കളാഴ്ച ഖബറിൽ കടക്കാൻ അവസരം കിട്ടുകയും ചെയ്താൽ അതിനേക്കാൾ വലിയ മഹത്വം മറ്റൊന്നുമില്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. കാരണം അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ചയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ദിവസത്തോട് അടുത്തുകൊണ്ട് തനിക്ക് മരണം കൊതിച്ചിട്ടുള്ളതാകുന്ന ആളുകൾ സ്വഹാബത്ത് ധാരാളമാണ്. സുഖമില്ലാതെ കിടക്കുന്ന വേളയിൽ മഹദിയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് ഉപ്പയാകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, മോളെ, ഞാൻ ഏത് ദിവസമാണ് ഇന്ന് എത്തി നിൽക്കുന്നത്? ഇന്ന് തിങ്കളാഴ്ചയാണെന്ന് പറഞ്ഞപ്പോ എന്റെ പ്രവാചകനാകുന്ന എന്റെ പ്രിയപ്പെട്ടതാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ദിനമാണ്. എനിക്ക് ഈ രാത്രിയിൽ ഈ ദിവസത്തിൽ മരിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസി തിങ്കളാഴ്ച മരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത എന്നറിയിച്ചുകൊണ്ട് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സഹീഹിൽ ഒരു ബാബ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ബാബു മൗതി യൗമിൽ ഇത്നൈൻ, തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ മഹത്വം എന്ന് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഒരു ബാബ് തന്നെ കൊണ്ടുവന്നിരിക്കുന്നു. അതിൽ കൊണ്ടുവന്ന ഹദീസ് ഇതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഏത് ദിവസമാണ് ഇത് എന്ന് സക്കറാത്തിന്റെ ഹാലിൽ ചോദിക്കുകയും തിങ്കളാഴ്ചയാണ് എന്ന് അറിയിപ്പ് കൊടുത്തപ്പോൾ എനിക്ക് ഈ ദിവസം മരിച്ചാൽ മതി, എന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ ദിനമാണല്ലോ എന്ന് പറഞ്ഞ് ആ ദിവസത്തെ പുൽകാൻ വേണ്ടി കൊതിക്കുകയും ചെയ്തു എന്ന് ചരിത്രം വ്യക്തമാക്കുകയാണ്. പക്ഷെ ബഹുമാനപ്പെട്ടവർക്ക് തൊട്ടടുത്ത ദിവസം ചൊവ്വാഴ്ചയാണ് അവിടുത്തെ വഫാത്തുണ്ടായത് എന്നാണ് പ്രബല വീക്ഷണം. ഏതുമായിക്കോട്ടെ, തിങ്കളാഴ്ചയോട് അടുത്തു നിൽക്കുന്നതായ ദിവസങ്ങൾ, അതിന്റെ രാവുകളൊക്കെ വളരെ മഹത്വമാണ്, വളരെ പോരിശയാണ്. അള്ളാഹു ഉസ്താദിന്റെ ഖബർ പ്രകാശമാക്കട്ടെ.
അതുപോലെ ഒരു തിങ്കളാഴ്ച രാവിലാണ് നമ്മളെല്ലാവരും ഉറൂസിന്റെ സമാപനത്തോടനുബന്ധിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നതും. നമ്മളെയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, നല്ല മരണം നമുക്ക് സാധ്യമാക്കുമാറാവട്ടെ. അതിനാണല്ലോ ആഖിബത്ത് നന്നാവുക എന്ന് പറയുന്നത്, അന്ത്യം വിജയിക്കുക. ഏതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മോമിനായി ജീവിച്ച് മോമിനായി മരിക്കുക എന്ന് പറയുന്നത് വലിയ തൗഫീഖാണ്. അതിന് കിട്ടണമെങ്കിൽ, നല്ല മരണം സാധ്യമാകണമെങ്കിൽ എപ്പോഴും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നല്ല ദിവസത്തിൽ മരിക്കാൻ സാലിഹീങ്ങളെ കണ്ട് ദുആ ചെയ്യിപ്പിക്കണം. നമ്മൾ പണ്ട് കാലത്തൊക്കെ ബക്കറ്റിൽ പൈസ നിക്ഷേപിക്കുമ്പോൾ നിയ്യത്ത് എന്ത് വെക്കും? ആഖിബത്ത് നന്നാവണം നിയ്യത്ത് വെക്കും. ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നിയ്യത്ത് വെക്കുന്നതാണ്. അതിൻ്റെ ആഖിബത്ത് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണം. പള്ളിക്ക് മദ്രസയ്ക്കൊക്കെ കൊടുക്കുമ്പോൾ ഇന്ന് വളരെ വിരളമാണ് യഥാർത്ഥത്തിൽ ആ ഒരു നിയ്യത്ത് എന്നുള്ളത് സാന്ദർഭികമായി ഉണർത്തുകൂടി ചെയ്യുകയാണ്. അള്ളാഹു നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കുമാറാവട്ടെ. അന്ത്യം വിജയിക്കുക എന്നുള്ളത് വലിയ ഘടകമാണ്. നോക്കൂ, നിങ്ങൾ എല്ലാ അമ്പിയാക്കളും ദുആ ചെയ്തത് അന്ത്യം വിജയിക്കാനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബനാ رب اجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തതും, അല്ലാഹുവേ എന്നെ മുസ്ലിമായി ജീവിപ്പിക്കണേ അല്ലാഹ്. ഈ ലോകത്ത് നിലനിൽക്കുന്ന കാലഘട്ടത്തോളം നിന്നെ അനുസരിച്ചുകൊണ്ട് മനോഹരമായ ജീവിതം നയിക്കുന്നവനാക്കണേ അല്ലാഹ്. തീർന്നില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ദുആ അല്ലാഹു പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂസുഫിലൂടെ പഠിപ്പിക്കുകയല്ലയോ? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസ് ഫാത്തിറ السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. അധികാരത്തിന്റെ പരമോന്നത പദവി നൽകി അള്ളാഹു ആദരിച്ചതാകുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിന്റെ ഗവർണറാണ്. മഹോന്നതമായ തസ്തികയിൽ നിലകൊള്ളുമ്പോഴും ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, അള്ളാഹുവേ പടച്ച റബ്ബേ, ഭക്ഷ്യവകുപ്പിൻ്റെതാകുന്ന മന്ത്രിയായി ഉന്നതമായ തലത്തിലേക്ക് നിന്നെ ഉയർത്തി അല്ലാഹ്, നീ എനിക്ക് നൽകിയിട്ടുള്ള ആദരവ് ഞാൻ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ചോദിക്കുകയാണ്. സ്വപ്നത്തിന്റെ വ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു നൽകിയ അല്ലാഹുവേ, ഫാത്തിറ സമാവാതി വൽ അർദ്, 7 ആകാശങ്ങളും ഭൂമികളും മനോഹരമായി പടച്ചിട്ടുള്ളതാകുന്ന അല്ലാഹ്, മുൻ പ്ലാനിംഗ് ഇല്ലാതെ ഈ ലോകത്തിന് സമ്മാനിച്ചതായ അല്ലാഹ്, അൻത വലി ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നീയാണ് എന്റെ സഹായി അല്ലാഹ്. ഈ പാവപ്പെട്ട യൂസുഫിന് നിന്നോട് ചോദിക്കാനുള്ളത് ഒരേ ചോദ്യമാണ്. തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമാ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാഹ്, മുസ്ലിമായി മുഅ്മിനായി മരിപ്പിക്കണേ അല്ലാഹ്. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സാലിഹീങ്ങളോടൊപ്പം സജ്ജനങ്ങളോടൊപ്പം എന്നെ നീ ചേർക്കണേ അല്ലാഹ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ദുആ ചെയ്തു എന്ന് വിശുദ്ധമായ ഖുർആൻ. മുസ്ലിമായി ജീവിക്കുകയും മുസ്ലിമായി മരിക്കാൻ കൊതിക്കുകയും ചെയ്തവരാ സർവ അമ്പിയാക്കളും ഔലിയാക്കളും എന്ന് തിരിച്ചറിയണേ. അതാണ്, ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. വെറുതെ ജീവിക്കല്ല, മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി തന്നെ മരിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
ദുനിയാവിൽ അങ്ങനെ ജീവിച്ചു. ആഖിബത്ത് മോശമായാൽ പോയി. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, റബ്ബിനെ തഖ്വ വെച്ച് ജീവിക്കുന്നതായ ഭയഭക്തി ഉള്ളതാകുന്ന സ്വാലിഹീങ്ങൾക്കാണ് ആഖിബത്ത് നന്നാവുക. അള്ളാഹു നമ്മുടെ അന്ത്യം നന്നാക്കി തരട്ടെ. അതിനെന്ത് വേണം? നല്ല സുഹൃതം ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം വേണം. നമ്മൾ മനസ്സിലാക്കുന്ന പോലെ എല്ലാ ദിവസവും ആ ദിവസങ്ങൾ വന്നുകൊണ്ട് നമ്മളോട് പറയുന്നുണ്ടെന്നാണ്. ഞാനൊരു പുതിയ ദിവസമാണ്, എന്നെ നീ ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോ, ഇന്നത്തേതാകുന്ന മഗ്‌രിബോടുകൂടി ഇനി ഒരിക്കലും നിന്നിലേക്ക് ഞാൻ തിരിച്ചു വരൂല എന്ന് ദിവസങ്ങൾ നമ്മളോട് പറയുന്നുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇന്നി യൗമുൻ ജദീദ്, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാ ദിവസങ്ങളും ആ ദിവസങ്ങൾ വന്നുകൊണ്ട് മുസ്ലിമേ, മുസ്ലിമത്തേ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മളുടെ ചാരത്ത് വന്നുകൊണ്ട് എല്ലാ ദിവസവും പ്രഭാതത്തിൽ നമ്മളോട് ദിവസങ്ങൾ പറയുകയാണ്. യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോളെ, ഇന്നി യൗമുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണ്, ദിവസമാണ്. വ ഇന്നി അലാ മാ യഅമലു ഫിയ ഷഹീദ്, നീ എന്നിൽ ചെയ്യുന്ന ഏതെല്ലാം സുഹൃതങ്ങളുണ്ടോ, ഏതെല്ലാം നന്മകളുണ്ടോ, അതെല്ലാം ഞാൻ സാക്ഷിയാണ്, സാക്ഷിയാണ്. നീ നിസ്കരിച്ചാൽ, നീ നോമ്പ് നോറ്റാൽ, നീ സക്കാത്ത് കൊടുത്താൽ, നീ പാവങ്ങളുടെ കണ്ണീരൊപ്പിയാൽ, നീ നിരാലംബർക്ക് അവലംബമായാൽ, വൈക്കം മണവാട്ടി ബീവി ഉറൂസിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നതാകുന്ന പരിപാടിയിൽ നീ ഭാഗവാക്കായാൽ, ആത്മീയമാകുന്ന മേഖലകളിലേക്ക് ഉയർച്ചു വിട്ടാൻ വേണ്ടി നീ ദുനിയാവിൽ പരിശ്രമിച്ചാൽ, അതിലെല്ലാം ഞാൻ സാക്ഷിയാണ്, സാക്ഷിയാണ്. വ ഇന്നി ഇദാ ഖറബതി ശംസു ലം അർജി ഇലൈക്കും ഇലാ യൗമിൽ ഖിയാമ, ദിവസമാകുന്ന ഞാൻ ഇന്നത്തെ രാത്രിയോടുകൂടി, ഈ മഗ്‌രിബോടുകൂടി, അസ്തമത്തോടുകൂടി കഴിഞ്ഞാൽ ഇനി നിന്നിലേക്ക് ഒരിക്കലും മടങ്ങി വരൂല, മടങ്ങി വരൂല എന്ന് നീ തിരിച്ചറിയണേ ആദമിന്റെ പൊന്നുമോനെ എന്ന് ദിവസങ്ങൾ വന്നുകൊണ്ട് ഓരോ ആദമിനോടും ഓരോ ആദമ സന്തതികളോടും പറയുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞാനൊരു പുതിയ ദിവസം, ഇന്നത്തെ ദിവസം നീ എന്നിൽ ചെയ്യുന്നതൊക്കെ ഞാൻ സാക്ഷിയാണ്. ഇന്ന് മഗ്‌രിബോടുകൂടി ഞാൻ തീരും. നമ്മുടെ ഒരു ദിവസം എങ്ങനെയാ? ചന്ദ്രമാസ കലണ്ടർ പ്രകാരം എങ്ങനെയാ? മഗ്‌രിബിന് തുടങ്ങി അടുത്ത മഗ്‌രിബ് കൊണ്ട് അവസാനിക്കാം. മഗ്‌രിബ് മുതൽക്ക് അടുത്ത മഗ്‌രിബ് വരെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും തുടങ്ങും, ആ ദിവസങ്ങൾ വന്ന് നമ്മളോട് പറയും, നീ എന്നെ ശ്രദ്ധിക്കണേ, ഞാൻ വിട്ടുപോയാ പോയി, ഇനി ആളത്തെ മഗ്‌രിബ് വരുമ്പോഴത്തേക്ക് അടുത്ത മഗ്‌രിബ് വരുന്ന പിന്നെ ദിവസം കഴിഞ്ഞു, അടുത്ത ദിവസമാണ്. അതുകൊണ്ട് നല്ലതുപോലെ എന്നെ ഉപയോഗപ്പെടുത്തിക്കോ എന്ന് ദിവസങ്ങൾ വന്നുകൊണ്ട് നമ്മളോട് പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നല്ലതുപോലെ ഉപയോഗപ്പെടുത്തിക്കോ. ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. ഇവിടെ ദുനിയാവിൽ അമൽ ചെയ്യുന്നവനേ കാര്യമുള്ളൂ. ഇവിടെ അല്ലാഹു പടച്ചത് വെറുതെ അല്ല, വെറുതെ നമ്മളെ ആരെയും പടച്ചിട്ടില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫഹസിബതും അന്നമാ ഖലഖനാകും അബഥാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ മനുഷ്യ, മാനവാ, നിങ്ങളെ ഈ ദുനിയാവിലേക്ക് അല്ലാഹു വെറുതെ പടച്ചതാണെന്ന് കരുതുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ? അഫഹസിബതും അന്നമാ ഖലഖനാകും അബഥാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. ഈ ദുനിയാ
ദുനിയാവിലേക്ക് അള്ളാഹു നിങ്ങളെ വെറുതെ പടച്ചതാണെന്ന് കരുതുന്നുണ്ടോ മുസ്ലിമേ? കരുതേണ്ടതില്ല. അള്ളാഹു നിങ്ങളെ പടച്ചതിന് പിന്നിൽ ലക്ഷ്യമുണ്ട്. അള്ളാഹുവിനെ ആരാധിക്കലാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനാണ് അള്ളാഹു, ജഗന്നിയന്താവാണ് അള്ളാഹു, പരിപാലകനാണ് അള്ളാഹു, സർവേശ്വരനാണ് അള്ളാഹു, സർവാധിപതിയാണ് അള്ളാഹു. ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അള്ളാഹുവാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദ് ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ ومستودعها كل في كتاب مبين. ഈ ലോകത്തുള്ളതാകുന്ന സർവ്വജാലങ്ങൾക്കും ആഹാരം നൽകുന്നവൻ അള്ളാഹുവാണ്. കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നു പോകുന്നതായ പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിഖായ അല്ലാഹ് ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം നൽകുന്നവൻ അള്ളാഹുവാണ്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൃത്യമായി ആരാധിക്കണേ. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ദുനിയാവിലേക്ക് മനുഷ്യ മാനവാ നിന്നെ പടച്ചത് എന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു നമ്മളെ പടച്ചതിന്റെ പിന്നിൽ ലക്ഷ്യമുണ്ട്. വെറുതെ പടച്ചതല്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ ആരാധിക്കലാണ് ആ ലക്ഷ്യം. അത് നമ്മളിന്ന് മറന്നു പോകുന്നുണ്ടെന്ന്. ലക്ഷ്യം മറന്ന മനുഷ്യനായിട്ടാണ് നമ്മുടെ ഈ ഓട്ടം. ദുനിയാവിന്റെ പിറകെ ഓടുകയാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ തലഖു ദുനിയാ വഖാഫുൽ ഫിതനാ നളറു ഫീഹാ ഫലമ്മാ അലിമൂ അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ. ബുദ്ധികൂർമ്മതയുള്ളതാകുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കൾ, റബ്ബിനെ ഭയപ്പെട്ട് ജീവിച്ചതായ സാലിഹീങ്ങൾ, അവർ ഈ ദുനിയാവിനെ പരിപൂർണമായി ഒഴിവാക്കിയവരാണ്. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ. ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ അള്ളാഹുവിന് ബുദ്ധിയുള്ളതാകുന്ന അടിമകൾ ഉണ്ട്. അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്, അമ്പിയാക്കളാണ്. ത്വല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ. ദുനിയാവിനെ ഒഴിവാക്കിയവരാണ്. പൈക്കം മണവാട്ടി ബീവിയുടെ ചാരത്തേക്ക് എന്തിനാണ് ആളുകൾ കടന്നു വരുന്നത്? അവർ ജീവിച്ചിരുന്ന കാലയളവിൽ സുഹൃതങ്ങൾ ചെയ്തവരാണ്. പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പിയവരാണ്. നിരാലംബര കവലംബമായവരാണ്. സമുന്നതമായ ജീവിതം നയിച്ചവരാണ്. വിലായത്തിന്റെ തലത്തിലേക്ക് കടന്നുപോയവരാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം നയിച്ചവരാണ്. അന്യരാകുന്ന പരപുരുഷന്മാരുമായ സമ്പർക്കമില്ല. ഹറാമായ തലത്തിലേക്കുള്ള നോട്ടമില്ല. ഹറാമായ തലത്തിലേക്കുള്ള ചാട്ടമില്ല. ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളും അല്ലാഹുവിലേക്ക് തിരിച്ചവരാണ്. നളറൂ ഫീഹാ ഫലമ്മാ അലിമൂ അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ. മുൻഗാമികളായ സമുന്നതരായ വിലായത്തിന്റെ തലം തീർത്തതായ ഔലിയാക്കൾ അവർ ഈ ദുനിയാവിൻ്റെതാകുന്ന എല്ലാ തലത്തിലേക്കും കണ്ണോടിച്ചു.
ദുനിയാവ് വാരിപ്പുണരാൻ നല്ലതല്ല, അത് ആഖിറം നഷ്ടമാകുമെന്ന് മനസ്സിലാക്കി ദുനിയാവിന്റെ ഫിത്നകളിൽ നിന്ന്, അതിന്റെ ഫസാദുകളിൽ നിന്ന് ഒഴിഞ്ഞുകൊണ്ട് സംശുദ്ധമായ ജീവിതം നയിച്ചതായ ബുദ്ധിയുള്ള റബ്ബിന്റെ ദാസന്മാരാണ് ഔലിയാക്കൾ. ഔലിയാക്കൾ അല്ലാഹുവേ, അവരുടെ പാദം പിൻപറ്റി ജീവിക്കുന്ന സാലിഹീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. കാസർഗോഡുള്ള പ്രിയപ്പെട്ട മുഅ്മിനേ, നിന്നോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്, താല്പര്യമാണ്. ഈ വിനീതന് കാസർഗോഡുകാരോട് പ്രത്യേക പ്രിയമാണ്. കാരണം ഔലിയാക്കളെ ആദരിക്കുന്നവരാണ്. കാസർഗോഡ് ജില്ലയിലെ വിവിധ മഖാമുകളിൽ ഉറൂസുകൾ കൃത്യമായി നടത്താറുണ്ട്. അതൊക്കെ ഇസ്ലാമിക പരമായി തന്നെ വാള് വെച്ചുകൊണ്ടും മൗലിദിന്റെ സദസ്സ് നടത്തിക്കൊണ്ടും മജ്ലിസുന്നൂർ നടത്തിക്കൊണ്ടും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഖത്മ് തീർത്തുകൊണ്ടും ദീനിയായ ആത്മീയമായ ചൈതന്യത്തിൽ നടക്കാറുള്ള മജ്ലിസാണ്. ആനയും അമ്പാരിയും കൊണ്ടുവന്നു, ഗാനമേള ട്രൂപ്പുകാരെ കൊണ്ടുവന്ന്, ഫാൻസി ഡ്രസ്സുകളെ കൊണ്ടുവന്ന് വേഷപ്രച്ഛന്നങ്ങൾ നടത്തിയിട്ടുള്ളതാകുന്ന ഒരു കൂത്തരങ്ങുകളും നടത്താത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഔലിയാക്കൾ ഇതാ തണലിട്ട് തരുവയാണ്. എന്തുകൊണ്ടാണ് കാസർഗോഡ് ജില്ലയിലുള്ള ആളുകൾ സമ്പന്നതയുടെ മടിത്തട്ടിൽ വിരാജിക്കുന്നത്? എന്തുകൊണ്ടാണ് പടച്ചറപ്പ് നമുക്ക് സൗഭാഗ്യം അല്ലാഹു നൽകുന്നത്? ഒരുപാട് വിദ്യാഭ്യാസത്തിന്റെ തലത്തിലേക്ക് ഉയർന്നത് കൊണ്ടല്ല, ഉയർന്നിട്ടല്ല. വലിയതാകുന്ന തലത്തിലേക്ക് വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയില്ലെങ്കിലും അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സമുന്നതമാകുന്ന തലത്തിൽ സാമ്പത്തികമായി വളരാനുള്ള അവസരം കിട്ടിയത് എന്തുകൊണ്ട്? നമ്മുടെ വാപ്പയും ഉമ്മയും നമുക്ക് പഠിപ്പിച്ചത് ആത്മീയമാണ്. അവർ പകർന്നു നൽകിയത് ആത്മീയതയിൽ ഊന്നിയിട്ടുള്ള ജീവിതമാ. മക്കളോട് പറഞ്ഞു, മക്കളെ, ഔലിയാക്കളെ തരം താഴ്ത്തി സംസാരിക്കല്ലേ, അമ്പിയാക്കളെ കുറിച്ച് മോശത്തരം പറയല്ലേ, ആലിമീങ്ങളെ ബഹുമാനിക്കണേ, ഉലമാക്കളെ ആദരിക്കണേ, മുത്തഅല്ലിമീങ്ങളെ സ്നേഹിക്കണേ, മുതിർന്നവരോട് ബഹുമാനം വെക്കണേ, ചെറിയ കുട്ടികളോട് കരുണ വെക്കണേ, ഔലിയാക്കളെ ആദരി